വീടുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ റാണി എന്ന വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് വാങ്ങി. എല്ലാവർക്കും നമസ്കാരം. പല സ്ഥാപനങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്റ്റാഫുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ വളരെ മോശം അനുഭവങ്ങൾ പല രീതിയിലും പല സ്റ്റാഫുകൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാധനം കേട്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. എന്തുവാടാ ജോലിക്ക് വരുന്ന സ്റ്റാഫുകളുടെ ഗോൾഡ് അടക്കം അവരിട്ടിട്ടുള്ള ഓർണമെന്റ്സ് അടക്കം മേടിച്ചു വെച്ചിട്ട് അങ്ങനെ ഒരു പറ്റിപ്പോ ഞാൻ കേട്ടപ്പോൾ ഞാൻ കിളി പറഞ്ഞുപോയി. അപ്പോൾ ഒരു മാസം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവിടെ ആ ലേഡിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ഇഷ്യൂസാണ്. 2015 അവരവിടെ വർക്ക് ചെയ്ത സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസാണ്. അവർ അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. 2015 ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൻ്റെ മറ്റൊരു ബ്രാഞ്ചായ മലപ്പുറം വെള്ളോമ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഡയടെക് എന്ന കമ്പനി, അത് ഒരു സീനിയർ മാനേജറായ റാണി എന്ന വ്യക്തിയുടെ കീഴിൽ ഉണ്ടായിരുന്ന ഡയടെക് എന്ന കമ്പനിയുടെ ദുരനുഭവമാണ്. ആ സമയത്തൊക്കെ പത്രത്തിൽ പരസ്യം കണ്ടിട്ടായിരുന്നു ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിരുന്നത്. 18,000 രൂപയാണ് സ്റ്റാർട്ടിങ് അവർ സാലറി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ എന്നൊക്കെയായിരുന്നു. നമ്മളവിടെ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത് നമുക്ക് 3 മാസത്തോളം ഫീൽഡ് ട്രെയിൻ വരുന്നുണ്ടെന്നും ഈ പറയുന്ന സാലറിയല്ല കമ്മീഷൻ ബേസ് ആണെന്നൊക്കെ അറിയുന്നത്. അവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും അവരവരുടെ പേഴ്സണൽ ഫോൺ വാങ്ങി വെക്കുകയും നമുക്ക് വീടുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതിനും അവിടുത്തെ സ്റ്റാഫുകളുടെ റെക്കോർഡിംഗ് ആയിട്ടുള്ള ഫോണോ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പ്രസൻസിലോ മാത്രമായിരിക്കും വീടുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ റാണി എന്ന വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് വാങ്ങി വെക്കുകയും, അത് ഗോൾഡ് എന്ന് പറയുമ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്നൊരു മാല, 1 പവനോളം വരുന്നൊരു മാല, 2 വള, അതും ഓരോ വളയും ഓരോ പവനോളം അടുത്ത് വരുന്ന 2 വളകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫീൽഡിൽ പോകുന്ന ലേഡീസും ഗോൾഡ് യൂസ് ചെയ്യുന്ന സേഫ് അല്ല പറഞ്ഞിട്ട് അവരത് വാങ്ങി വെക്കുകയും എപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ തിരികെ തരാവുന്ന രീതിയിലായിരുന്നു അവർ വാങ്ങി വെച്ചിരുന്നത്. അതുകൊണ്ട് പല പ്രാവശ്യം ഞാൻ ലീവ് ചോദിക്കുന്ന സമയത്ത് ഇവർ മനഃപൂർവ്വം എൻ്റെ ലീവ് അവോയ്ഡ് ചെയ്തിരുന്നത്. പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവരെന്നെ അവിടെ നിർത്തിക്കൊണ്ടിരുന്നു. അവസാന സമയമായപ്പോൾ നമ്മുടെ ബ്രാഞ്ചുകളിലൊക്കെ ആവശ്യമായ പ്രോഡക്റ്റുകൾ എടുക്കാനുള്ള ക്യാഷിൻ്റെ ഷോർട്ടേജ് മൂലം കൊണ്ട് അവർ എൻ്റെ ഗോൾഡ് തൽക്കാലത്തേക്ക് യൂസ് ചെയ്തു. അതിനുശേഷം തിരികെ തരാവുന്ന രീതിയിലാണ് എന്നോട് അവർ മാറ്റി നിർത്തി പറഞ്ഞത്. പക്ഷേ എൻ്റെ അമ്മേനെ മാറ്റി നിർത്തി അവർ പറഞ്ഞത് ഞാനാണ് ആ ബ്രാഞ്ചിൽ ഫുള്ള് ഷോർട്ടേജ് ഉണ്ടാക്കിയതെന്നും അതുകൊണ്ടാണ് അതിൽ നിന്നുള്ള ക്യാഷ് എമൗണ്ടാണ് എടുത്തതെന്നും രീതിയിലാണ് എൻ്റെ അമ്മേനോടും സംസാരിച്ചത്. അങ്ങനെ ആ രീതിയിൽ സംസാരിച്ചതിന് ശേഷം പിന്നീട് എൻ്റെ അമ്മ കർശനമായിട്ടും ആ ഗോൾഡ് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 1 പവനോളം അടുത്ത് വരുന്ന ഗോൾഡ് മാല അവർ അതിൻ്റെ തൂക്കം കുറച്ചിട്ട് ഒരു 400 ഗ്രാമായിട്ട് അതേ ഡിസൈനിൽ അവർ പണി കഴിപ്പിച്ച് തന്നുവിടുക ചെയ്തത്. അത് പിന്നീട് ഞങ്ങൾ ജ്വല്ലറിയിൽ പോയപ്പോഴാണ് അതിൻ്റെ തൂക്കം കുറഞ്ഞിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ 2 വളകൾ അവരുടെ കയ്യിലുണ്ട്. അതിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം അവരുടെ ബ്രാഞ്ചിലും അവരുടെ വീട്ടിലും ഞാൻ കയറി ഇറങ്ങിയിട്ടും അവർ തരാമെന്ന് പറയുന്നതല്ലാതെ വേറെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അവസാനം എൻ്റെ പരിചയത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് വിളിപ്പിക്കുകയും അവരോട് പറഞ്ഞത് എന്തെന്നാൽ ഞാൻ കൊടുത്തതായിട്ട് ഒരു തെളിവും കയ്യിലില്ല, അതുകൊണ്ട് അവർ കൊടുത്തിട്ടില്ല എന്ന രീതിയിലാണ് അവരോട് സംസാരിച്ചത്. അതുപോലെ ആ വ്യക്തി റാണി എന്ന വ്യക്തി, റാണിയുടെ ഒറിജിനൽ നെയിം ജഷ്മോൾ എന്നാണ്. ആ റാണി എന്ന് പറഞ്ഞ വ്യക്തി ഈ കമ്പനിയിൽ കയറുന്ന ശേഷമാണ് റാണി എന്ന പേരിലേക്ക് ചേഞ്ച് ചെയ്തത്. ഈ റാണി എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞ കാര്യങ്ങളും അവൾക്ക് കൊടുക്കാനിരുന്ന ഗോൾഡും അതുപോലെ ക്യാഷ് എമൗണ്ടും ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ അവർ തിരിച്ച് ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പറഞ്ഞത് ഞങ്ങൾ വിളിക്കുന്ന സമയത്തൊക്കെ അവിടെ കോളൊക്കെ ബ്ലോക്ക്ഡ് ആയിരുന്നു, നമുക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അവരുടെ ബ്രാഞ്ച് വെള്ളോമ്പുറത്ത് നിന്ന്
മേലാറ്റൂർ ഭാഗത്തേക്ക് ചേഞ്ച് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് ഒരു 9 വർഷത്തോളമായി. ഞാനിതുവരെയും നിയമപരമായിട്ട് നീങ്ങാത്തതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം തെളിവുകൾ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പല ആളുകൾക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല ആളുകൾക്കും ഇതേ സംഭവം അറിയാമെങ്കിലും അവർ കാണുകയോ അല്ലെങ്കിൽ അതിന് ലീഗലായിട്ടുള്ള ഒരു തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ടും ആർക്കും ഹെൽപ്പ് ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഹെഡ് ഓഫീസായ പാലാരിവട്ടം മാമംഗലത്ത് ഞാൻ നേരിട്ട് പോയി റിപ്പോർട്ട് പറയുകയും അവരപ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ബ്രാഞ്ച്, അതായത് എൻ്റെ ബ്രാഞ്ച് വെള്ളോമ്പ്ര ബ്രാഞ്ചിലെ ശ്രീനിവാസം നയൻതമ പ്രശ്നം അവിടെ തീർത്താൽ മതി എന്ന രീതിയിലാണ് അവർ സംസാരിച്ചിരുന്നത്. പിന്നീട് എനിക്ക് അതുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇനിയും ഇതുപോലെ അവരുടെ കീഴിൽ ഏതെങ്കിലും ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ വേറെ ഒരു സ്ഥാപനത്തിലും ഇതുപോലൊരവസ്ഥ വരരുത്. ഇതൊക്കെയാണെങ്കിൽ പോലും അവരുടെ സ്വന്തം ഗോൾഡ് വാങ്ങി വെച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ വർക്കിന് വരുന്ന ഒരാളുടെ ഗോൾഡ് വാങ്ങി വെച്ചിട്ട് അവർക്ക് അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ട ഒരാവശ്യം ഒരു കമ്പനിക്കും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരവസ്ഥ വേറൊരാൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ, ഇപ്പോൾ ഞാൻ ഈ എൻ്റെ ദുരനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നത്. വല്ലാത്തൊരവസ്ഥ കേട്ടോ. ഇതെന്തായാലും 2015 നടന്ന സംഭവമാണ്. ഇത്രയും വർഷമായി, 9 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി പ്രതികരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് സ്ത്രീകൾക്കായാലും ആർക്കായാലും ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയിൽ നിന്നോ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായാൽ സ്പോട്ടിൽ പ്രതികരിക്കുക. പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാരണം ഒന്നാമതേ തെളിവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇത്രയും വർഷങ്ങളും കൂടി കഴിഞ്ഞ് പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് നീതി എന്ന് പറയുന്ന സാധനം കിട്ടാതെ പോകും. അതാണ് അതിന്റെ മറ്റൊരു സത്യം. അതുകൊണ്ട് ഈ കുട്ടി പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ആർക്കെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും മോശം അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുക. ഇപ്പോഴും അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതുമായി പ്രവർത്തിച്ച് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫുകൾക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക. ഇതിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഗോൾഡൊക്കെ മേടിച്ച് വയ്ക്കുന്നു, ജോലിക്ക് വന്ന സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ഗോൾഡൊക്കെ മേടിച്ച് വെച്ച ഗോൾഡ് ഈ പറയുന്നത് പോലെ ഓരോ രീതിയിൽ മുക്കി അവസാനം 1 പവനോളം ഉണ്ടായിരുന്ന സാധനം തിരിച്ചു കൊടുത്തപ്പോൾ 1/4 അരപ്പവനോളമായി. ഈ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വലിയൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ തെളിവിന്റെ അഭാവതയിലാണ് ഈ കുട്ടികൾക്കൊക്കെ മുന്നോട്ട് വരാൻ സാധിക്കാത്തത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കുക. നാളത്തേക്ക് വേണ്ടി പ്രതികരിക്കാൻ നിൽക്കരുത്. അതാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരെ കൂടെ കയറി പിടിക്കാം എന്നുള്ളൊരു ചിന്തയൊന്നും പാടില്ല. നിങ്ങൾ ക്ഷേണമായിട്ട് നിന്ന് ഒറ്റയ്ക്ക് പ്രതികരിക്കുക. നിങ്ങളുടെ ഭാഗത്ത് സത്യവും ന്യായവും നീതിയും ഉണ്ടെങ്കിൽ പ്രതികരിക്കേണ്ടതാണ്. അല്ലാണ്ട് ഇത് വച്ച് നീട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നീതി എന്ന് പറയുന്ന സാധനം ലഭിക്കത്തുമില്ല. ഇവർ ഇതുപോലത്തെ പ്രവൃത്തികൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. എന്തായാലും ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഏതെങ്കിലും കുട്ടികൾക്ക് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ധൈര്യമായിട്ട് വരിക. മനസ്സിലായി? തെളിവ് സഹിതം വരിക എന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായി? തെളിവില്ലാതെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ട് അതിന് ഒരു കഴമ്പുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത്രയും പിടിച്ചു നിൽക്കാനും പറ്റത്തില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായി നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായെന്ന് നിയമപരമായി നീങ്ങാനും അത് പറയാനുമുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക. അല്ല വീട്ടുകാരെ പേടിച്ചിട്ട്, അല്ലെ ഭർത്താവിനെ പേടിച്ചിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് നീതിയും കിട്ടത്തില്ല. ഇതുപോലത്തെ ക്രൈമുകൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. അത് ഇവിടെ നടക്കത്തുള്ളൂ. എന്തായാലും ഈ ഒരു ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥാപനം, അതായത് ഗോൾഡ് മേടിച്ചു വയ്ക്കുന്ന ബ്രാഞ്ചിൽ ഉണ്ടായ ഇഷ്യൂസ് ഹെഡ് ഓഫീസിൽ പറഞ്ഞപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രാഞ്ചിൽ തീർക്കാനാണ്. എന്താ അവസ്ഥയോടോ പാവപ്പെട്ട പെമ്പിള്ളാരുടെ ഒക്കെ അവസ്ഥ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ ഇതില്? ഞാനൊരു കാര്യം പറയാം, പെമ്പിള്ളാർ ഓരോ കമ്പനികളിൽ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയ്യോ വീട്ടിലെ പ്രാരാബ്ദം ഇതൊന്നും പറഞ്ഞ് നിൽക്കരുത്. അപ്പം തന്നെ റിസൈൻ ചെയ്ത് പോവുക. അതാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മനസ്സിലായി. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അവിടെ തന്നെ ചവിട്ടി നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വീണ്ടും അവന്മാർ തലേ കയറി ഞരങ്ങാൻ തുടങ്ങും. മനസ്സിലായി? അല്ലെങ്കിൽ അവളുമാർ തലേ കയറി ഞരങ്ങാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് നിങ്ങളൊരു കളിപ്പാവയായി മാറും. പിന്നെ നിങ്ങൾ പ്രതികരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളുണ്ടായാൽ സ്പോട്ടിൽ തന്നെ റിസൈൻ ചെയ്യുക. അതുപോലെ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുക. അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ല വീട്ടുകാരെ പേടി, നാട്ടുകാരെ പേടി എന്നൊന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വാ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ
അതിനൊരു പരിഹാരം ഉണ്ടാവത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.